ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന മോട്ടോറോയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോട്ടോറോള എഡ്ജ് 40 എന്ന് പറഞ്ഞ ഫോണാണ്. ടെക്കികളുടെ ഇടയിൽ ഇതിന് ഫ്ലാഗ്ഷിപ്പ് ക്ലിയർ എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഫോൺ വരുന്നത് തന്നെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ഫോണായിട്ടാണ്. ഇതിൽ ചാർജർ എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മെയിൻ ഡിസ്പ്ലേ വന്നിട്ട് 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് POLED 144 ഹെഡ്സിൻ്റെ 1200 പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതും ഒരു കർവ്ഡ് ഡിസ്പ്ലേ. പിന്നീട് ഇതിന് പ്രോസസ്സറായിട്ട് വരുന്ന മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 8020 ഒരു 6nm പ്രോസസ്സറാണ്. ഇതൊരു ഒറ്റ കോർ പ്രോസസ്സറാണ്. ഇതിൽ 2.6 GHz 4 കോറും 2 GHz 4 കോറും ബേസ് വേരിയൻ്റ് 256 GB 8 GB റാം ആണ് വരുന്നത് എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൂടാതെ ഓൺ ദി ബോക്സ് ആൻഡ്രോയിഡ് 13 2 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് മോട്ടോറോള വാഗ്ദാനം ചെയ്യുന്നത്. അതുകൂടാതെ ക്യാമറയായിട്ട് വരുന്ന ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഒരു 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും. അത് 4K വരെ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ OIS സപ്പോർട്ടാണ്. സെൽഫി ക്യാമറ വന്നിട്ട് 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇതിലും ഫ്രണ്ട് ക്യാമറയിൽ 4K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4400 mAh ബാറ്ററിക്ക് 68 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെറ്റൽ ഫ്രെയിമിൽ തീർത്ത ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഒരു അക്രിലിക് ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൂടാതെ ഇക്കോ ലിതർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലും വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളതായിട്ടും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 167 ഗ്രാമാണ്. 13 5G ബാൻഡ് വരെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ NFC സപ്പോർട്ട്, സ്റ്റീരിയോ സ്പീക്കർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അതുകൂടാതെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്യുവർ ആൻഡ്രോയിഡിന് സമാനമായൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എല്ലാം തികഞ്ഞൊരു ഫോൺ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഫോണിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്. ഈ ഫോണിൽ അങ്ങനെ കുറവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് പറയാം. അതുകൂടാതെ മെമ്മറി എക്സ്പാൻഷൻ ഇല്ല എന്നുള്ളതൊരു കുറവായിട്ട് പറയാം. അതുകൂടാതെ പറയാവുന്നത് ഇതിൽ ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ സിം ഈ സിം ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഇതെല്ലാം പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോൺ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇത്രയൊക്കെയുള്ള ഈ ഫ്ലാഗ്ഷിപ്പ് കില്ലറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30,000 താഴെയുള്ളത് എന്ന് പറയുന്നതിനെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.